ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന ഹല്ലേലൂയ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, കുടലത്തടിപ്പുകൾ, കുടലിടിയുന്ന ആമാശയം ഇടിയുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥിക്കുഴകൾ, അസ്ഥിസന്ധികൾ, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശരീരം വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, ത്വക്കുകൾ വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, സോറിയാസിസ് രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, സിസ്റ്റുകൾ, ചിരങ്ങുകൾ, തൊലിയുടെ നിറവ്യത്യാസങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടട്ടെ. തൊണ്ടയുടെ മുഴകൾ ഈശോയുടെ നാമത്തെ അപ്രത്യക്ഷമാകട്ടെ. സ്പോണ്ടിലോസിസ് രോഗികൾ കർത്താവിന് തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. കർത്താവിന് തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. സ്പൈനക്കോഡിന്റെ രോഗങ്ങൾ കർത്താവിന് ഉന്നതമായ നാമസൗഖ്യം പ്രാപിക്കട്ടെ. ശരീരമാസകരം നീരിന്റെ മൂലകാരണങ്ങൾ യേശുവിൻ്റെ നാമസൗഖ്യപ്പെടട്ടെ. കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയരോഗികൾ, പാൻക്രിയാസ് രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജോലി അന്വേഷിക്കുന്നവര് ആർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് വിഷയത്തിൽ ഇടപെടും. ജോലി നഷ്ടപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. വീട് ഇല്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, ഭവന നിർമ്മാണത്തിന് അടുത്ത മാസം കെട്ടിയിട്ടിരിക്കുന്നവര്, മുകളിലോട്ട് പണിയാൻ വേണ്ടി തടസ്സങ്ങളുള്ളവർ, സാമ്പത്തിക തടസ്സം, നിയമപരമായ തടസ്സം, പലതര തടസ്സം അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ഓരോരോ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർ, പല എതിർപ്പുകളും തടസ്സങ്ങളും ഓഫീസ് ലെവലിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും അനുഭവിക്കുന്നവർ, പിരിഞ്ഞുപോയ മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അവർ വീണ്ടും ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, അത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ,
പാകോടമ്പടികൾ, കോടതി കേസുകൾ, സ്ഥലസംബന്ധമായ കേസുകൾ, അതിലെല്ലാം വല്ലാത്ത വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതം ഇങ്ങനെ നിന്ന് നിലച്ചു പോയവർ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം നിലച്ചു പോയവർ, മനസ്സുകൊണ്ട് നിലച്ചു പോയവർ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല, ഒരു ഐഡിയ പോലും, ആശയം പോലും കിട്ടാതിരിക്കുന്നവര്, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നവര്, സമ്പത്ത് അന്യായമായിട്ട് അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്തവര്, ചില വസ്തുക്കൾ നിലമായി കിടക്കുന്നത് പുരയിടമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവര്, പല വ്യക്തികൾ എല്ലാം വട്ടം ചവിട്ടി ഒന്നും നടക്കാത്ത രീതിയിലാക്കിയിരിക്കുന്നവർ, കുടുംബത്തിൽ പരസ്പര സ്നേഹമില്ലാതെ പരസ്പരം പഴിചാരിക്കൊണ്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ദുർവിധിയാണെന്ന രീതിയിൽ മനസ്സിടിഞ്ഞു പോയവർ, ഇവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി അതിശക്തമായ രീതിയിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഇവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ നിന്റെ മുഴുവൻ തടസ്സങ്ങള്, സ്കൂളിന് അഡ്മിഷൻ കിട്ടാനുള്ള തടസ്സങ്ങള്, പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം കൈവരിക്കാനുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, അഡ്മിഷന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അതുപോലെ സ്കൂളിൻ്റെ തന്നെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, ക്ലാസ് റൂമിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, പല തരത്തിലുള്ള ഹൗസിന് നമ്പർ കിട്ടാത്തവർ, ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ മാർഗ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. നന്ദി, ആരാധന. ഹല്ലേലൂയ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 4:16 തിരുവചനമനുസരിച്ച് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടുകൂടി നമുക്ക് സമീപിക്കാം. ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ഈ സമയം നമുക്ക് യാചിക്കാം. തക്ക സമയത്ത് ദൈവമാതാവ് പുത്രനോട് പറഞ്ഞ് നമ്മുടെ വിഷയങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.